സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഓഫീസുകൾ, വീടുകൾ, റോഡുകൾ എന്നിവയ്ക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നു. വിവിധ ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. അഫ്സാന അൻഷാദ് അതിന്റെ വിവരങ്ങളുമായിട്ട് ചേരുന്നു. ഏതൊക്കെ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഡൽഹിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് അഫ്സാന? ബനേഷ്, ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമാകുന്നതിനിടയിലാണ് രാജ്യ തലസ്ഥാനത്തടക്കം കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാന ഓഫീസുകൾ, വീടുകൾ, റോഡുകൾ എന്നിവയ്ക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല വാഹന പരിശോധന അടക്കം ശക്തമാക്കിയിട്ടുണ്ട്. മാർക്കറ്റുകൾ, മാളുകൾ, മെട്രോ സ്റ്റേഷനുകൾ, ഹോട്ടലുകൾ തുടങ്ങിയ തിരക്കേറിയ സ്ഥലങ്ങളിലും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ബനേഷ്, വിമാനത്താവളത്തിലടക്കവും കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ ജമ്മു വിമാനത്താവളത്തിൽ ഉൾപ്പെടെ ലക്ഷ്യമാക്കി പാകിസ്ഥാൻ ആക്രമണം നടത്താൻ ശ്രമിച്ചതോടെ 24 വിമാനത്താവളങ്ങൾ നിലവിൽ അടച്ചിരിക്കുകയാണ്. മാത്രമല്ല ഇപ്പോൾ ഡൽഹി വിമാനത്താവളത്തിൽ 20 സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൈകി സർവീസുകൾ എത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ കനത്ത സുരക്ഷയുമാണ് വിമാനത്താവളത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 3 മണിക്കൂർ മുമ്പ് വിമാനത്താവളത്തിൽ എത്തണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല പാക് അതിർത്തിയോട് ചേർന്ന വിമാനത്താവളവും സേന ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വിമാനത്താവളങ്ങളുമാണ് ഈ അടച്ച 24 വിമാനത്താവളങ്ങളിൽ ഉൾപ്പെടുന്നത്. അതായത് ചണ്ഡീഗഡ്, ശ്രീനഗർ, അമൃത്സർ, ലുധിയാന, ബുദ്ധർ, കിഷൻഗഡ് തുടങ്ങിയ വിമാനത്താവളങ്ങളാണ് അടച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ഗേറ്റിലടക്കം ആ പ്രദേശത്ത് ആളുകളോട് നിൽക്കരുതെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യ ഗേറ്റിൻ്റെ സമീപത്തൊന്നും ആളുകളോട് നിൽക്കരുതെന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് അനൗൺസ്മെന്റ് ചെയ്താണ് പോലീസ് മൈക്കിലൂടെ അനൗൺസ്മെന്റ് നടത്തിയാണ് പോലീസ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല ബോംബ് സ്ക്വാഡ് അടക്കം ഇപ്പോൾ ഡൽഹിയിലടക്കം പരിശോധന നടത്തുന്നുണ്ട്. അർദ്ധ സൈനിക വിഭാഗം ഉൾപ്പെടെയുള്ള അധിക സേനാ വിഭാഗത്തെയാണ് പ്രദേശങ്ങളിൽ വിന്യസിച്ചിട്ടുള്ളത്. നിലവിൽ ആക്രമണ സാധ്യത കൂടുതലുള്ള പ്രദേശങ്ങളിൽ, അതായത് ഡൽഹി, ജമ്മു, ചണ്ഡീഗഡ്, അതുപോലെ പഞ്ചാബ് എന്നിവിടങ്ങളിലാണ് സുരക്ഷ ശക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല ഈ ഒരു സാഹചര്യത്തിൽ, ആക്രമണം രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജമ്മു, രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, ഡൽഹി എന്നിവിടങ്ങളിലാണ് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. 3 ദിവസത്തേക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ചില സ്കൂളുകളിൽ ഓൺലൈനായി ക്ലാസുകൾ നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല ഓൺലൈനായി ക്ലാസുകൾ നടക്കേണ്ടി വരും. കാരണം ജമ്മു സർവകലാശാലയ്ക്ക് നേരെ ഡ്രോൺ ആക്രമണ ശ്രമം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പ്രതിരോധ മന്ത്രി ഉന്നതതല യോഗം ഇപ്പോൾ വിളിച്ചിരിക്കുകയാണ്. സംയുക്ത സൈനിക മേധാവിയും ഓരോ സൈനിക വിഭാഗത്തിന്റെ മേധാവിമാരും ഇതിൽ പങ്കെടുക്കണമെന്നാണ് പ്രതിരോധ മന്ത്രി ഉന്നതതല യോഗം വിളിച്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ സംയുക്ത സേനാ മേധാവിയും സൈനിക മേധാവിമാരും ആ യോഗത്തിൽ പങ്കെടുക്കും. മാത്രമല്ല പുലർച്ചെ വരെ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രകോപനങ്ങളെയും തിരിച്ചടികളെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരീക്ഷിക്കുകയുണ്ടായി. ഉറിയിൽ പാക് ഷെല്ലിങ്ങിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് നേരിടേണ്ടി വന്നൊരു പ്രത്യാക്രമണം എന്ന് പറയുന്നത്. ഈ വിഷയങ്ങളെല്ലാം താൻ നിരീക്ഷിക്കുകയായിരുന്നു എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. കുളു, മണാലി, കിഷൻഗഡ്, ലുധിയാന എന്നീ വിമാനത്താവളങ്ങൾ കൂടി ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. ഇതോടുകൂടി അടച്ച വിമാനത്താവളങ്ങളുടെ എണ്ണം 24 ആയിരിക്കുന്നു. പാകിസ്ഥാന്റെ അതിർത്തിയോട് ചേർന്ന വിമാനത്താവളങ്ങൾക്ക് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിൽ സേനയുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വിമാനത്താവളങ്ങളും ഈ പറയുന്ന പട്ടികയിലുണ്ട്. ചില വിമാനത്താവളങ്ങൾ മെയ് 10 വരെയും മറ്റുള്ളവ അനിശ്ചിതകാലത്തേക്കുമാണ് അടച്ചിട്ടിരിക്കുന്നത്. ഈ അടച്ചിട്ടിരിക്കുന്ന വിമാനത്താവളങ്ങളുടെ പേരുവിവരങ്ങൾ: ചണ്ഡീഗഡ് വിമാനത്താവളം, ശ്രീനഗർ, അമൃത്സർ, കുളു, മണാലി, പട്യാല, കിഷൻഗഡ്, ലുധിയാന, കാംഗ്ര, ഷിംല, ഭട്ടിൻഡ, ജയ്സാൽമർ, ജോധ്പൂർ, ബിക്കാനീർ, ഹൽവാഡ, പഠാൻകോട്ട്, ജമ്മു, ലേ, മുന്ദ്ര, ജാംനഗർ, രാജ്കോട്ട്, പോർബന്ദർ, കേശോദ്, കാണ്ടല, ഭുജ് എന്നിവയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിമാനത്താവളങ്ങൾ അതുകൊണ്ട് കൂടിയാണ് ഒമർ അബ്ദുള്ള ഇപ്പോൾ ജമ്മുവിലേക്ക് പോകുന്നത്. റോഡ് മാർഗമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതീവ സുരക്ഷയോട് കൂടിയിട്ടാണ് ഒമർ അബ്ദുള്ളയുടെ ജമ്മുവിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത്.
ഈ പറയുന്ന രീതിയിലുള്ള കർശനമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ തുടരും എന്നുള്ളതാണ്. ഇത് ഇന്ന് മാറുമോ നാളെ മാറുമോ എന്നുള്ള അന്വേഷണങ്ങൾ വേണ്ട. അവിടെ നിന്ന് ഇങ്ങോട്ടൊരു അറിയിപ്പ് ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ സുരക്ഷാ ക്രമീകരണങ്ങളിൽ മാറ്റം ഉണ്ടാവുകയുള്ളൂ. അമൃത്സർ വിമാനത്താവളം രാവിലെ സൈറൺ മുഴക്കിക്കൊണ്ട് അടച്ചിട്ടു. ഈ പറയുന്ന സ്ഥിതി തുടരും എന്നാണ് വിമാനത്താവളത്തിൻ്റെ സുരക്ഷ കൂട്ടിക്കൊണ്ട് അമൃത്സർ വിമാനത്താവളത്തിൻ്റെ അധികൃതരോട് സൈനിക മേധാവികൾ സൂചിപ്പിച്ചിട്ടുള്ളത്. രാജ്യതലസ്ഥാനത്ത് കനത്ത സുരക്ഷ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ചെന്നൈയിൽ നിന്ന് പുറപ്പെടേണ്ട 5 സർവീസുകളും എത്തിച്ചേരേണ്ട 5 സർവീസുകളും റദ്ദാക്കിയിരിക്കുന്നു. മുംബൈക്കുള്ള 2 സർവീസുകളും ഗാസിയാബാദിനടുത്തുള്ള ഹിൻഡൻ, ചണ്ഡീഗഡ്, ശിവമൊഗ എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകളും റദ്ദാക്കിയിരിക്കുന്നു. വ്യോമ നിയന്ത്രിത മേഖലകളിലേക്കുള്ളവയോ വ്യോമ നിയന്ത്രിത മേഖലകൾ വഴിയുള്ള കണക്റ്റിംഗ് വിമാനങ്ങളോ ആണ് റദ്ദാക്കിയിരിക്കുന്നത് എന്നാണ് വിമാനത്താവള അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ബംഗളൂരുവിൽ നിന്ന് ഉത്തരേന്ത്യൻ അതിർത്തി പ്രദേശങ്ങളിലേക്ക് ഉള്ള സർവീസുകൾ മുടങ്ങിയിരിക്കുന്നു. അമൃത്സർ, ചണ്ഡീഗഡ്, ശ്രീനഗർ തുടങ്ങിയ വിമാനത്താവളങ്ങളിലേക്ക് ഉൾപ്പെടെ 29 സർവീസുകളാണ് റദ്ദാക്കപ്പെട്ടിരിക്കുന്നത്. ഒട്ടേറെ സർവീസുകൾ, ഈ പറഞ്ഞതെല്ലാം നിർത്തലാക്കപ്പെട്ട സർവീസുകളാണ്. മറ്റ് പല സർവീസുകളും വൈകി ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിമാനത്താവളങ്ങളിലെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി, അതായത് പികാസ്, ഈ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അതിരൂക്ഷമായിട്ട് തുടരുന്നതിനിടെ ഈ പറയുന്ന രീതിയിൽ വിമാനങ്ങൾക്കകത്തുള്ള സുരക്ഷ വർദ്ധിപ്പിക്കാൻ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ദേഹപരിശോധനയും ID പരിശോധനയും കർശനമാക്കാൻ തീരുമാനിച്ചു എന്ന് മാത്രമല്ല, അത് നടപ്പാക്കി തുടങ്ങി. അതുകൊണ്ട് വിമാനയാത്ര ചെയ്യുന്നവർ ഇത്തരത്തിലുള്ള ദേഹപരിശോധനയ്ക്കും ID പരിശോധനയ്ക്കും സാധാരണഗതിയിലുള്ളതിൽ നിന്ന് വ്യത്യസ്തമായ കുറച്ചുകൂടി കർക്കശമായ രീതിയിലുള്ള പരിശോധനകൾക്ക് വിധേയമാകേണ്ടി വരും. CISF പരിശോധനയ്ക്ക് ശേഷം ബോർഡിംഗ് ഗേറ്റിനടുത്ത് എയർലൈൻ ജീവനക്കാർ വീണ്ടും സമാനമായ പരിശോധനകൾ നടത്തും. എല്ലാ വിമാനത്താവളങ്ങളിലും 100% CCTV ക്യാമറകളിലൂടെയുള്ള ദൃശ്യശേഖരണം ഉറപ്പാക്കണമെന്നുള്ള വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. അതേപോലെ വിമാനങ്ങളിലും കാറ്ററിംഗ് സംവിധാനങ്ങളിലുമൊക്കെ പരിശോധനയുണ്ടാവുമെന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ ഈ സമയത്ത് പുറത്തു വരുന്നുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ രാജ്യതലസ്ഥാനത്ത് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നു. പ്രധാനപ്പെട്ട ഓഫീസുകൾ, വീടുകൾ, റോഡുകൾ എന്നിവയ്ക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നു. വിവിധ ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. അഫ്സാന അൻഷാദാണ് വിവരങ്ങൾ നൽകിയത്.